ഭൂരിപക്ഷം ആളുകളും സിനിമാ പ്രേമികളാണ്. അതിനു പിന്നിൽ സിനിമയുടെ കഥയും പാട്ടും അഭിനയിക്കുന്ന ആളുകളുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സിനിമയുടെ ഓരോ അപ്ഡേറ്റും നോക്കിയിരുന്ന് ആഘോഷമായി പ്രതീക്ഷയോടെ തിയേറ്ററിൽ സിനിമയ്ക്ക് എത്തുന്നവരുമുണ്ട്. ചിലപ്പോൾ വളരെ നിരാശയായിരിക്കും. കാരണം പ്രതീക്ഷിച്ച കഥയോ കഥാപാത്രങ്ങളോ ചിത്രത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെ സിനിമകൾ കണ്ട് അത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കാഴ്ചക്കാർക്കുണ്ട്. ഒരു സിനിമ വളരുന്നത് ആളുകൾ കണ്ടുകണ്ടാണ്. സിനിമയെ ഇഷ്ടപ്പെടാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ ആസ്വാദനത്തിന്റെ തോതും ഇഷ്ടവും ശീലങ്ങളും കണ്ടുപരിചയിച്ച സിനിമാ സങ്കല്പങ്ങളും പുതിയ ജേണറുകളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സിനിമ ഇഷ്ടമല്ലെങ്കിൽ വിമർശിക്കാനും ആസ്വാദകന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമയും ഓരോ പ്രേക്ഷകരും വിവിധ രീതിയിൽ ആസ്വദിക്കുന്നതും ആസ്വദിക്കാതിരിക്കുന്നതുമൊക്കെ. പുതിയ ആശയങ്ങൾ പരിചയപ്പെടാനും പുത്തൻ ലോകത്തേക്ക് കൊണ്ടുപോകാനും പഴയ ഓർമ്മകൾ വീണ്ടും ഓർത്തെടുക്കാനും ജീവിത രീതികൾ മനസ്സിലാക്കാനും സിനിമ എന്ന മാധ്യമത്തിന് സാധിക്കും. നാളുകളായി ആഗ്രഹിച്ച് സിനിമ കാണാൻ തിയേറ്ററിൽ 200 രൂപയിലധികം ചെലവഴിച്ചെത്തുമ്പോൾ ഒരു പ്രേക്ഷകന്റെ പ്രതീക്ഷ വാനോളമാണ്. കുറഞ്ഞ ബഡ്ജറ്റ് മൂവിയിൽ തുടങ്ങി ഏതൊരു സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ചിത്രം നിർമ്മിക്കാൻ കുറഞ്ഞത് 150 പേരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ ചിലർ ഒരാഴ്ച ജോലി ചെയ്യുന്നു, ചിലർ 1 വർഷത്തിലധികം ജോലി ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി നിരവധി ആളുടെ കഠിന പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന വാണിജ്യയിടങ്ങളിൽ വാഴുമ്പോൾ അതിന്റെ കഥയും കഥാപാത്രവും ചാഞ്ചാട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് നമുക്ക് കാണാം. ഫാമിലി ഡ്രാമയെ ചിത്രീകരിച്ച സിനിമകൾ പോലും പലപ്പോഴും ലൈംഗിക അതിക്രമങ്ങളെ വ്യത്യസ്ത രീതിയിൽ ചിത്രീകരിക്കുന്നു. അവയിൽ പലതും ബലാത്സംഗം, പിന്നെ അത് പ്രതികാര കഥകളായി മാറുന്നതാണ് കാണുന്നത്. ഭയാനകമായ ദൈർഘ്യമേറിയതും ലൈംഗിക അതിക്രമത്തിന്റെ രംഗങ്ങളും ആക്രമണത്തിന് അതിജീവിച്ചവരോടുള്ള പ്രതികാരം ചെയ്യുന്നതും സ്ഥിരമായി സിനിമയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടത് ഈ പാറ്റേൺ ഒരിക്കലും വ്യത്യസ്തപ്പെടാതെ തുടരുന്നതാണ്. അക്രമം, ഭയപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീതം, കരയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, കീറിയതും വലിച്ചെറിയപ്പെട്ടതുമായ വസ്ത്രങ്ങൾ, വിജയിച്ചു നിൽക്കുന്ന അക്രമികൾ എന്നിങ്ങനെ നീളുന്നു കഥ. പിന്നീട് സിനിമാ മേഖല കൂടുതൽ വളർന്നപ്പോൾ നിരവധി ജനപ്രിയ സ്റ്റീരിയോടൈപ്പുകൾ തകർത്തുകൊണ്ട് പഴയ ഘടന അട്ടിമറിച്ചും ചില ദൃശ്യമായ മാറ്റം സംഭവിച്ചുവെന്ന് വേണമെങ്കിൽ സിനിമയ്ക്ക് പറയാം. ഇതിൽ കുറച്ച് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതും കണ്ടു തുടങ്ങി. എന്നിരുന്നാലും ഏതു ഭാഷയിലായിക്കോട്ടെ, സിനിമ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കയ്യടി സിനിമയ്ക്ക് ലഭിക്കണമെങ്കിൽ സിനിമയിൽ ലൈംഗികത പ്രദർശിപ്പിക്കണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സത്യമല്ലേ? ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇന്ന് ചർച്ചയായ ഒരു സിനിമയാണ് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി മാറിയ ചരിത്രം കുറിച്ച ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. പായൽ കബാഡി സംവിധാനം ചെയ്ത ചിത്രം വിവാദങ്ങൾക്കും വഴിയൊരുക്കി. ഒരു ശരാശരി ആർട്ട് മൂവി എന്നതിൽ കവിഞ്ഞൊരു പരിഗണനയും കനികുസൃതിയും ദിവ്യപ്രഭയും മുഖ്യവേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുംബൈ നഗരത്തിൽ ജീവിക്കുന്ന മലയാളികളായ നഴ്സുമാരുടെ കഥ പറയുന്ന ചിത്രം കാണാൻ ആളുകൾ ഇന്ന് തേടിപ്പോകുന്നത് നല്ല സിനിമയോടുള്ള കമ്പം കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. സിനിമയിൽ വൈകാരികമായി പ്രേക്ഷകനെ വേട്ടയാടുന്ന രീതിയിൽ സീനുകളൊക്കെ ഒരുക്കാൻ ഡയറക്ടർക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാലും ഭൂരിപക്ഷം അഭിപ്രായം ഇല്ല എന്നായിരിക്കും. പക്ഷേ അവാർഡ് സിനിമകളുടെ ഇഴച്ചിലും ബോറടിയും ഇതിന് ഇല്ല എന്നാണ് ആശ്വസിക്കേണ്ടത്. പക്ഷേ നാം ശരിക്കും ഞെട്ടേണ്ടത് ചിത്രത്തിന് ഇന്ന് കേരളത്തിൽ ഡിമാൻഡ് കൂടുതലാണ്. കാരണം 3-4 സീനുകൾ കൊണ്ട് മാത്രമാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ചിത്രം അതിന്റെ കഥാമൂല്യമോ അഭിനയ മികവോ സംവിധാനത്തിലെ വ്യത്യസ്തതയോ ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ മലയാളികളുടെ കണ്ണിൽപ്പെട്ടത് നഗ്നത കൊണ്ട് മാത്രമാണ്. തുടർന്ന് ഇന്നുവരെ കേരളക്കര അന്വേഷിക്കാത്ത ദിവ്യപ്രഭയെ തിരയുകയാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം. അതായത് ഇതിലൂടെ ഉയരുന്ന പ്രധാന ചോദ്യം, സെൻസർ ബോർഡിന് പോലും പ്രശ്നമില്ലാത്ത സീനുകളാണ് സിനിമയെ അളക്കാനുള്ള അളവുകോൽ എന്നും ചിത്രത്തിന് കയ്യടി വേണമെങ്കിൽ ലൈംഗികത പ്രദർശിപ്പിക്കണോ എന്നുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.